ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നത്തെയും പോലെ തന്നെ രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവാനും നെഗറ്റീവ്സിനെ റിമൂവ് ചെയ്യാനും വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിലേക്കും പോസിറ്റീവ് അട്രാക്റ്റ് ആവാനും നെഗറ്റീവുള്ള എല്ലാ ചിന്തകളും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആവാനും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നുണ്ടല്ലോ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് ലൈഫും അതുപോലെ തന്നെ ഇപ്പോൾ പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് കാർഡ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും വ്യത്യസ്ത എനർജി അല്ലേ. അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് അത് വാല്യൂഡ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് സ്വാർഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പാസ്റ്റ് ലൈഫിൽ നിങ്ങളോട് പറയാതെ മൂവ് ഓൺ ചെയ്തു പോയി എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. അതിലവർ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല ബന്ധം തന്നെയായിരുന്നു. എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി. മനസ്സിലായോ? അതാണ് പാസ്റ്റിൽ നടന്നതായിട്ട് കാണിക്കുന്നത്. ചിലവർക്ക് അതൊരു ചീറ്റിംഗ് എനർജി ആവാം. കാരണം അത്രമേൽ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ നിങ്ങളിൽ നിന്ന് പോയി. കുറേ പേർക്കൊക്കെ ഒന്നും പറയാതെ പോയിട്ടുള്ള എനർജീസും ഉണ്ട്. സൈലൻ്റ് ആയിട്ട് എൻ്റെ ക്വിക്കായിട്ട് പോയൊരവസ്ഥ. സൈലൻ്റ് ആണ്, എന്നാൽ ക്വിക്കായിട്ട് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പോവോ, അങ്ങനെയൊക്കെയുള്ള എനർജീസ് ഉണ്ടല്ലോ. എല്ലാവരുടെ കാര്യമില്ലാട്ടോ പറയുന്നത്, വളരെ കുറച്ച് പേരുടെ എനർജി. എന്നാൽ കുറേ പേരൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്, എനിക്ക് സിറ്റുവേഷൻ ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചീറ്റിംഗ് എനർജി കാണിക്കുന്നത്. നിങ്ങൾ അത്രമേൽ ട്രസ്റ്റ് ചെയ്തിരുന്നു അവരെ, കൂടെ ഉണ്ടാവും ഒപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ പോവാന്ന് പറയില്ലേ, ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഫസ്റ്റ് കാർഡ് കാണിക്കുന്നത്. 7 ഓഫ് സ്വാർഡ്സ് കാർഡാണ്. മനസ്സിലായോ? പാസ്റ്റിലെ കാര്യമാണ് കേട്ടോ പറയുന്നേ. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഹെർമിറ്റ് കാർഡാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയപ്പോൾ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോയപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആരോടൊന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. എന്തിനെക്കുറിച്ച് ഞാൻ പറയും, എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് ആരുമില്ല. നിങ്ങൾ യൂണിവേഴ്സിൽ പ്രാർത്ഥിച്ച് യൂണിവേഴ്സിൽ സറണ്ടർ ആയിട്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഇപ്പോഴും നിങ്ങൾ കുറേ പേരൊക്കെ ഈ സെയിം വിഷമത്തിൽ കടന്നു പോകുന്ന സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ യൂണിവേഴ്സ് ഇത് മനസ്സിലാക്കി കൊടുത്തു എന്ന് തന്നെയാണ് ഇവിടെ തേർഡ് കാർഡ് കാണിക്കുന്നത്. എന്താണ്? 5 ഓഫ് സ്വാർഡ്സ് കാർഡാണ് തേർഡ് കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ചെയ്ത് ആ പേഴ്സണ് യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഒത്തിരി കാര്യങ്ങൾ. എന്താണ് മനസ്സിലാക്കി കൊടുക്കുക? അവർ ചെയ്യുന്ന പ്രവൃത്തി മേഖലയിൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ, സ്ട്രെസ് ഒത്തിരി അനുഭവിക്കുന്നൊരവസ്ഥ. നിങ്ങൾ കാരണം അവരൊരു പാഠം പഠിച്ചു എന്ന് പറയില്ലേ. നിങ്ങളോട് ചെയ്ത തെറ്റാലോചിച്ചിട്ട് അവർ ഇന്ന് എങ്ങനെയെങ്കിലും ക്ഷമ ചോദിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി പേഴ്സൺസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ പേഴ്സൺ എന്താ നിങ്ങളിൽ ചെയ്തതെന്ന്. അപ്പോൾ ആ പേഴ്സൺ ഇപ്പോൾ റിയലൈസ് ചെയ്യുകയാണ്, ഞാൻ എൻ്റെ പേഴ്സണോട് തെറ്റ് ചെയ്തു പോയി, ഇന്ന കാര്യം കൊണ്ടാണ് ഞാൻ മൂവ് ഓൺ ചെയ്തു പോയത്. എനിക്ക് എൻ്റെ പ്രവൃത്തി മേഖലയിൽ ഞാൻ ഇപ്പം ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ആ പേഴ്സണിലേക്ക് എത്തണം, എനിക്ക് അവരോട് സോറി പറയണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ എനർജി. മനസ്സിലായോ? അവരൊത്തിരി ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഈ ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ തേർഡ് കാർഡ് കാണിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോണ്ടല്ലോ പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്താ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അവർക്ക് ഒഴിവ് കിട്ടുന്ന ആ സമയങ്ങളിൽ അവർ ഡേ ഡ്രീമൊക്കെ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. ചുറ്റുപാടുമുള്ള എന്തൊക്കെ സാഹചര്യമുണ്ടെങ്കിലും അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടൊക്കെയോ നിങ്ങളിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്തു പോയി, അതിലൊത്തിരി അവർ വിഷമിക്കുന്നുണ്ട്.
അവർ നിങ്ങളിലേക്ക് എത്തുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മനസ്സിനൊരു കുളിർമ എന്ന് പറയില്ലേ, മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത്. നിങ്ങളോട് ചെയ്ത് ചീറ്റിംഗ് ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ അടുത്തും ചീറ്റ് ചെയ്യുമെന്ന് പറയില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വ്യത്യസ്ത എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കരുതിയാൽ മതി. നിങ്ങളോട് മിണ്ടാതെ പോയി, എല്ലാവരും ചീറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ലല്ലോ, മിണ്ടാതെ പോയി എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ചെയ്ത് ഹൈഡ് ചെയ്തിട്ട് അവർ പോയി. അപ്പോൾ അതിൽ അവർ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ചുറ്റുപാടുമുള്ളവരൊക്കെ ഫേക്ക് ലവ് ആണെന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങൾ മാത്രമാണ് ജെനുവിനായിട്ട് സ്നേഹിച്ചതെന്ന് അവർക്ക് മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് കപ്സ് ആണ്. എന്താണ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ? അവരുടെ സ്നേഹം ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരവരെ വിഷമം ആരോടൊക്കെ പറയുന്നുണ്ട്. ഉണ്ടായ കാര്യങ്ങളുണ്ടല്ലോ, പാസ്റ്റിലുണ്ടായ കാര്യം, ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അവരെ മനസ്സിന് ഉണ്ടാവുന്ന ആ ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരാരോടും ഒരാളോട് പറയുന്നുണ്ട്. സുഹൃത്താവാം, അത്രയും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തായിരിക്കാം, അവരോട് പറയുന്നുണ്ട്. അവരോട് പറയാണ്, ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് പോകുന്നത്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റണില്ല, അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് അവിടെ കാണിക്കുന്നത്. അവർ എന്താ പറയുക, ഒത്തിരി മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു എനർജി. എന്താണൊരു നമുക്ക് ലൈഫിലൊരു കാര്യത്തിൽ നമ്മൾ സ്റ്റക്ക് എനർജി വരുമ്പോൾ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യില്ലേ, ഒന്ന് നമ്മളെ തന്നെ വീണ്ടെടുക്കാൻ നോക്കില്ലേ, പോസിറ്റീവായിട്ടുള്ള നമ്മളിലേക്ക് അട്രാക്റ്റ് ആക്കുവാനായിട്ട് തോന്നില്ലേ, അങ്ങനെ ഒരു എനർജി അവർ ചെയ്യുന്നുണ്ടാവാം. അതാണ് ഇവിടെ കാർഡ്സിൽ കാണിക്കുന്നത്. മനസ്സിലായോ? അവർ കണക്ട് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തണം, ലീഡ് ചെയ്യണം. അവരുടെ സ്നേഹം അവരുള്ളിൽ ഒതുക്കി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ സ്റ്റക്ക് എനർജിയൊക്കെ ഒന്ന് മാറി എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് എത്തണം, യൂണിവേഴ്സ് എന്നെ ബ്ലെസ് ചെയ്യണം യൂണിവേഴ്സ് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കിങ് ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. 6 ഓഫ് കപ്സ് കാർഡ് എന്താ? അവർ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നു. ഒന്നല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ കാര്യം അവർ ഒത്തിരി ആലോചിക്കുന്നത്. അവരെങ്ങനെയായിരുന്നു, അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, ആരോടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അവർക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം വന്നത് നിങ്ങൾ അവരുടെ ലൈഫിലെത്തിയപ്പോഴാണ്. മനസ്സിലായോ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് അച്ഛനോടും അമ്മയോടൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്ന് അവർ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് അവരായിട്ടിരുന്നത് നിങ്ങൾ എന്ന പേഴ്സൻ്റെ കൂടെയാണ്. അത് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് ഈ കാർഡ്സ് കാണിക്കുന്നത്. അവരായിട്ടിരുന്നത് പാസ്റ്റിൽ നിങ്ങളോടൊപ്പമാണ്. അവരുടെ കുട്ടിത്വവും അവരുടെ ദേഷ്യവും അവരുടേതായ എല്ലാ കാര്യങ്ങളും അറിയാൻ പറയില്ലേ, എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവും അറിയുന്നൊരു പേഴ്സൺ നിങ്ങളാണ്. വേറെ ആരുടെ അവർക്കത് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത് നിങ്ങളാണെന്നവർ തിരിച്ചറിയുന്ന ആ നിമിഷമാണ് ഇവിടെ കാണിക്കുന്നത്. പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇനി വേറെ ആരുടെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അവരായിട്ടിരുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് വേറെ ആരുടെ അവർക്ക് പറ്റില്ല, നിങ്ങൾ മാത്രമാണ്. അപ്പോൾ അവരൊത്തിരി വിഷമിക്കുകയാണ്. ഞാൻ അവരെ എന്തിനാണ് എന്നിൽ നിന്ന് അകറ്റിയത് എന്ന് അവരൊത്തിരി വിഷമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ 6 ഓഫ് കപ്സ്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് വാൺസ് ആണ്. പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളിലേക്ക് തന്നെയാണ് അവർ വരുന്നത്. ഫുൾ എനർജി അവർ എടുക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ ഇന്ന് നോട്ട് കോൺടാക്ട് സിറ്റുവേഷനിലായത് എന്ത് എനർജിയുടെ ഒരു ബേസിലാണോ അതൊക്കെ എന്നിൽ നിന്ന് പോട്ടെ, അതൊക്കെ തരണം ചെയ്ത് എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ പേജ് ഓഫ് വാൺസ് കാർഡ്. അവരിലുണ്ടായ ആ വാൺസ് ഉണ്ടല്ലോ, അത് അവർ ത്രോ ചെയ്യുകയാണ്. അവരത് എറിഞ്ഞു കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് ഓടി വരുന്ന ഒരു പേഴ്സൻ്റെ എനർജി. അവരുടെ മനസ്സിപ്പോൾ നിങ്ങളിലേക്ക് അത്രമേൽ ആകർഷിക്കുന്നു. അത്രമേൽ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹവും, അവർ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നാലാണ് എല്ലാവർക്കും സാധിക്കുക എന്നുള്ള ഒരു ചിന്തയും അവർ റിയലൈസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ പേജ് ഓഫ് വാൺസ് കാർഡ് കാണിക്കുന്നത്. അവരാഗ്രഹിക്കുകയാണ്. അടുത്ത കാർഡിൽ ദ മജീഷ്യനാണ്. അവരാഗ്രഹിക്കുകയാണ്. എന്താഗ്രഹിക്കുന്നവർ? അവർ ഒത്തിരി മിറാക്കിൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു ലൈഫിൽ അവർക്ക് നഷ്ടപ്പെട്ട ആ കാര്യം, അതായത് നിങ്ങൾ തിരിച്ചവരിലേക്ക് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഒത്തിരി സ്കിൽഡ് ആയിട്ടൊരു പേഴ്സണാണ്. അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അവരെന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ കാര്യം നടത്തിയെടുക്കാൻ പ്രാപ്തനായിട്ടുള്ള അല്ലെങ്കിൽ പ്രാപ്തയായിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ദ മജീഷ്യൻ.
അവർക്ക് മാജിക്ക് അവരെന്ന് പറഞ്ഞ വ്യക്തി തീരുമാനിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്ക് തന്നെ സംഭവിക്കുക. ഇത്രയും നാളൊരു അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്നിലുള്ള ഒരു കഴിവ്, ഞാൻ എടുത്ത തീരുമാനം മാറ്റാൻ വേറെ ആർക്കും പിന്നെ സാധിക്കില്ല എന്ന് അവർക്കറിയാം. എന്നാൽ ഇത്രയും നാൾ അവർ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മജീഷ്യനെ എല്ലാം സാധിക്കില്ലേ? എല്ലാവരും മുന്നിലും ഒരു മാജിക്ക് സംഭവിക്കാൻ സാധിക്കില്ലേ? അങ്ങനെ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. അവരൊന്ന് വിചാരിച്ചാൽ മതി, നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്ക് തന്നെ സംഭവിക്കും. ഇത്രയും നാൾ അവർ വിചാരിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ അവർ വിചാരിക്കുകയാണ്, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു പുരോഗതി വേണം, എനിക്ക് എൻ്റെ പേഴ്സണെ വേണം. ഒരു മജീഷ്യൻ്റെ ആ ചിന്തയോട് കൂടിയിട്ട് മിറാക്കിൾ സംഭവിക്കണം, ഒരു മാജിക്ക് കാണിക്കണം, എല്ലാവരുടെ മുന്നിലും എനിക്ക് എൻ്റെ പേഴ്സണും ഒന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് സംഭവിക്കും കേട്ടോ. ഒരു മിറാക്കിൾ തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജിയാണ്. എന്താ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു യോദ്ധാവിനെ പോലെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോൾഡ് ആയിട്ടുണ്ട് നിങ്ങളെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് അവർ ചീറ്റ് ചെയ്തോ മൂവ് ഓൺ ചെയ്തു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്താന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അവരെന്താ ഉണ്ടാക്കി, നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ട്രോമയിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾക്ക് അറിയാലോ, എത്രത്തോളം സഹിച്ചു നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങളെ തന്നെ ഹീലായി ഇന്ന് നിങ്ങളൊരു ബോൾഡ് ക്യാരക്ടറായിട്ടിരിക്കുകയാണ്. എന്ത് വന്നാലും അത് തരണം ചെയ്യാനുള്ള ഒരു എനർജി ആയിട്ട് നിങ്ങളിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ മുന്നിൽ തലകൊമ്പിട്ട് നിൽക്കുന്നില്ല. നിങ്ങൾ ബോൾഡായിട്ട് സംസാരിക്കുക. അവർ വന്നു കഴിഞ്ഞാൽ, നീ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ പോയത്, എനിക്ക് നിന്നെ വേണം, എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്, അത്രമേൽ പ്രാണനാണ് നീ, എന്നെ എത്ര വേദനിപ്പിച്ചാൽ നീ തന്നെയാണ് എൻ്റെ ജീവിത അവസാനം വരെ ഉണ്ടാവുക. പക്ഷേ അന്ന് നീ എന്നിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഞാൻ ഒത്തിരി തളർന്നു പോയിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെയല്ല. ഞാൻ യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നീ എന്നിലേക്ക് തിരിച്ചു വന്നു. അത് ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് ഉറപ്പായിരുന്നു നീ തിരിച്ചു വരുന്നു. ഞാൻ യൂണിവേഴ്സിലാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് എനിക്ക് അത്രമേൽ കറേജ് തന്നിട്ടുണ്ട്, അത്രമേൽ ധൈര്യമാണ് എനിക്ക് വന്നത്. നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആ സമയത്തിൽ നിന്ന് നല്ലൊരു മാറ്റമാണ്, ഒരു യോദ്ധാവിനെ പോലെയുള്ള മാറ്റം, ഒത്തിരി ചിന്തിച്ച് നിങ്ങൾ തന്നെ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്തണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ക്യൂൻ ഓഫ് സോർട്സ് കാർഡ്. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് ആണ്. എന്താ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സെൽഫ് റിയലൈസേഷനൊക്കെ ചെയ്തു. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ വന്നത്, എന്താണ് ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ ഈ കാര്യങ്ങളുടെ ഒരു നീക്കുപോക്ക്, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി പറയില്ലേ, ഇതാണ് എനിക്ക് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഈ ക്യൂൻ ഓഫ് സോർട്സ് കാർഡിലെ പോലെ നിങ്ങളെ തന്നെ മനസ്സിലാക്കി, നിങ്ങളുടെ സോളിനെ, നിങ്ങളുടെ ആത്മാവിനെ യൂണിവേഴ്സിന് സമർപ്പിച്ചു. നിങ്ങൾ യൂണിവേഴ്സിനോട് പറയാണ്, എന്നെ നിന്നിലേക്ക് തന്നെ ഞാൻ തന്നിരിക്കുകയാണ്, നീ തന്നെ വേണം ഇനി എന്നെ കാക്കാനായിട്ട്. എന്താണ് എൻ്റെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ പോസിറ്റീവായിട്ടുള്ളത് എനിക്ക് തരണം. ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ. ഒത്തിരി പേര് ഇപ്പോൾ ചർച്ചിലും ടെമ്പിളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിവേഴ്സിൽ സറണ്ടർ ആവാ പറയില്ലേ, എൻ്റെ ലൈഫിലൊരു തീരുമാനം വേണം, ഒരു നീതി എനിക്ക് വേണം, ആ നീതി നടപ്പിലാക്കാൻ എൻ്റെ യൂണിവേഴ്സിനെ സാധിക്കുകയുള്ളൂ എന്ന് ഡിസിഷനും പ്രാർത്ഥനയും ഒക്കെ അങ്ങനെ ആയി പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു നീതി എനിക്ക് വേണം, ഒരു ജഡ്ജ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി, അത് നിങ്ങളാണ്, അത് വേറെ ആരുമല്ല, നിങ്ങളാണ്. ഇനി ഇതൊക്കെ കണ്ടിട്ട് ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എന്താ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ 10 ഓഫ് കപ്സ് ആണ്. ഒരു കുടുംബം, ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സണുമായുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഒരു കുടുംബം ഉണ്ടാവും. അത്രമേൽ സന്തോഷിക്കുന്ന ഒരു ഫാമിലിയെയാണ് കാണിക്കുന്നത്, അത്രമേൽ ചേർന്നിരിക്കുന്ന. ഇന്ന് നിങ്ങൾ അകൽച്ചയിലാണ്, ഒത്തിരി അകൽച്ചയിലാണ്. എന്നാൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് എൻഡ് വരെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. മനസ്സിലായോ? അത്രമേൽ ഇഴുകി ചേർന്നിരിക്കുക. ഇനി ഞങ്ങളെ ആർക്കും വേർതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ള ഒരു ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മനസ്സിലായോ? എന്നൊരു കാര്യം കൂടിയുണ്ട്. ലാസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഡെവിളാണ്. ഡെവിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇന്ന് ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ വന്നത് ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി മൂലമാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോ കോൺടാക്ട് സിറ്റുവേഷൻ ആവാം,
ഒരു എന്താ പറയുക ഒരു മെസ്സേജോ കോളോ ഇല്ലാത്ത ഒത്തിരി പേഴ്സൺസ് ഉണ്ട്. അതൊക്കെ വന്നത് ഒരു തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൻ്റെ ഫാമിലി ആവാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക്, വളരെ കുറച്ച് പേർക്ക് ഇത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ മാരേജ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരേജ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും മാരേജ് ചെയ്തായിരിക്കും. അപ്പോൾ അവിടെ തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ആരാന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ആ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോയത്. മനസ്സിലായോ? എന്നാൽ ഒത്തിരി പേർക്കത് ഫാമിലിയാണ്, അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ, അവരെക്കുറിച്ച് അവർ കാരണമായിട്ട് മാറുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ ഒരാൾ. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം ആരാന്ന് ഇല്ലേ? എന്നെ കണ്ടുകൊണ്ടിരുന്ന വ്യൂവേഴ്സിന് അറിയാലോ ആരാണ് നിങ്ങൾ തമ്മിൽ ഇന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വന്നതെന്ന്. അത് കറക്റ്റായിട്ടാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഡബിൾ കാർഡ്. ഇനി എന്താ പറയേണ്ടത്? ഡബിൾ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഇനി ഒന്നും പറയാനില്ല. മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. അതെവിടെയും പോയില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നാൽ തേർഡ് പേഴ്സൺ ഒരാൾ നിങ്ങളിൽ കളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാർഡ്സ് എല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ പേഴ്സൻ്റെയും പാസ്റ്റ്, ഇപ്പോൾ പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, വളരെ ഷോർട്ടായിട്ട്. മനസ്സിലായോ? അപ്പോൾ യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഈ റീഡിങ് കാണുന്ന നിമിഷം മുതൽ നിങ്ങൾ എത്ര പേര് ഹീലാവാത്തതുണ്ട്, അവർ ഹീലാവൂ. എന്നിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് യൂണിവേഴ്സ് തരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ പാസ്റ്റ് ലൈഫിലുണ്ടായതും പ്രസൻറ്റിലുണ്ടായതും ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നത്. അത് നിങ്ങളിലേക്ക് വാല്യൂഡ് ആവണമെങ്കിൽ നിങ്ങൾ ഹീലാവണം കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ എത്ര കണ്ട് ഹീലാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളല്ലേ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് അത് ലൈഫിലേക്ക് വാല്യൂഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡിങ് എനിക്ക് കമൻസ് ഇടുക. നമുക്ക് പേഴ്സണലായിട്ട് ഇടണമെങ്കിൽ പേഴ്സണലായിട്ട് ഇടാം. എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് തന്നെയാണ് ഇത്രയും കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് വന്നതെന്നും കാണിക്കുന്നു. നിങ്ങളിലേക്ക് എത്തും, നിങ്ങൾ വിശ്വസിക്കൂ. കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് തിരിച്ചു കിട്ടുന്നേ. മനസ്സിലായോ? അപ്പോൾ ഞാൻ റീഡിംഗ് ഒന്ന് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ റീഡിംഗ് നിർത്തുകയാണ്. നിങ്ങളുടെ സ്വന്തം നിംസ്.